ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന അടുക്കളയിലാട്ടോ. ഇന്ന് ഞാൻ വീട്ടിൽ തനിച്ചെന്ന് വെച്ചാൽ അമ്മയും ചേച്ചിയില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അമ്മച്ചിയും അതുപോലെ തന്നെ അച്ഛനും എൻ്റെ പപ്പയൊക്കെ അച്ഛനും വിളിക്കുന്നത് അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ അമ്മയും ചേച്ചിയും ഹോസ്പിറ്റലിലാണ്. ചേച്ചി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴാണ്. അപ്പം അമ്മ കൂടെ നിൽക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അടുക്കള എന്ന് പറയുന്നത്. കുഞ്ഞെന്നല്ല കുഞ്ഞടുക്കളയാണ് എന്ന് പറയാം. അപ്പം ഞാൻ ഇന്ന് മോർണിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രീറ്റ് ഫുഡ് ആയിട്ട് നമുക്ക് രാവിലെ കഴിക്കാം, അതുപോലെ തന്നെ വൈകിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റ് ഫുഡ് ഐറ്റം ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് കുക്ക് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ നാളായി ക്രാഫ്റ്റ് വീഡിയോസ് മാത്രമാണ് ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നമുക്ക് ആ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുപോലെ തന്നെ തനിച്ച് കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സെർവ് ചെയ്യാൻ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിന്ന് ഒരു സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവരും മനസ്സിലായി കാണുമായിരിക്കും ബ്രെഡ് ഓംലെറ്റ് ആണുള്ളത്. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതൊക്കെ ഞാൻ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് നോക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ഐറ്റംസും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം നമുക്ക് മുട്ടയാട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 3 മുട്ട അല്ലെങ്കിൽ ഒരു 4, നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ഇതനുസരിച്ച് എടുക്കാം. പിന്നെ ഇവിടെ 3 മുട്ടയായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒണിയൻ ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞൊന്നും ഇച്ചിരി വലുതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ കുഞ്ഞതായിട്ട് വേണം നമ്മൾ അരിയാനായിട്ട്. ഇപ്പം ഇച്ചിരി നല്ല രീതിയിൽ ഇത് വലുതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കട്ട് ചെയ്ത പിന്നെന്താ പറയുക ഗ്രീൻ ചില്ലി, പച്ചമുളക്. പിന്നെ പറയേണ്ടത് പിന്നെ വേണ്ടത് നമുക്ക് ഒന്നെങ്കിൽ മല്ലിയില എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില എടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പൊടികളാണ് വേണ്ടത്. പൊടികളെന്ന് പറയുമ്പോൾ മുളക് പൊടി വേണം, കുരുമുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, അത്യാവശ്യത്തിന് ഉപ്പും വേണം. അപ്പം ഇത്രയും ഐറ്റംസ് വെച്ചുകൊണ്ടാണ് നമ്മളിന്ന് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും അത്യാവശ്യം സാധനം കാണിച്ചില്ല, നമ്മുടെ ബ്രെഡില്ലാതെ ഇങ്ങനെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഐറ്റം എങ്ങനെ ഉണ്ടാക്കാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ മുട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. തോട് നമുക്ക് ജസ്റ്റ് ആവശ്യമായിട്ട് വരും ബോട്ടിലോട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. തോട് ഞാൻ മാറ്റി വെക്കാം കേട്ടോ. തോട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ പൊട്ടിച്ചൊഴിച്ച് വെച്ചിരിക്കുന്ന മുട്ടയ്ക്കകത്തോട്ട് നമ്മൾ ജസ്റ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ സംഭവം സത്യം പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ യൂട്യൂബിൽ പലരുടെയും വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് ആ സമയങ്ങളിലൊന്നും ഉണ്ടാക്കാനൊരു സാഹചര്യം ഒത്തു കിട്ടിയില്ല. ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഒത്തു കിട്ടിയത്. അപ്പം ഞാനിത് ജസ്റ്റ് ട്രൈ ചെയ്യുകയാണ്. ഇനി നമുക്ക് പൊടികളൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. കുരുമുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെന്താണ് മുളക് പൊടിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി അതിനകത്ത് പച്ചമുളകൊക്കെ നല്ല എരിവുള്ളതായതുകൊണ്ട് മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി. ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി. നമ്മളിവിടെ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു റെഡ് ബ്രൗൺ കളർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിലിത് മിക്സ് ചെയ്തെടുക്കുക.
ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രീറ്റ് ഫുഡാണെന്നാണ് പറയുന്നത്. ഞാനങ്ങനെ സ്ട്രീറ്റിലൊന്നും പോയി കഴിച്ചിട്ടോ ഒന്നുമില്ല. അപ്പം നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത് തന്നെ. ഇനി നമുക്കൊരു ദോശക്കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാൻ വല്ലതും വെച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് നെയ്യ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടറാണ് കുറച്ച് ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. ബട്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നെയ്യാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഉരുകി കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ബ്രെഡ് അതിലോട്ട് മുക്കിയിട്ട് ഈ പാനിലോട്ട് ദോശക്കല്ലിലോട്ട് നന്നായിട്ട് വെക്കുക. എന്നിട്ടത് വെന്ത് കഴിയുമ്പോൾ നമ്മളത് തിരിച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞ് നമുക്കിത് പാത്രത്തിലൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ മണ്ടയ്ക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആ ഒരു സംഭവം തന്നെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മുളകും അതുപോലെ തന്നെ സവാളയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശമൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ അതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റിയേനെ. അപ്പോൾ ബട്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്, നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് സോസ് കൂട്ടി കഴിക്കാൻ വളരെയധികം ടേസ്റ്റിയാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കിയ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് നിൽപ്പുണ്ട്. ഞാനിവിടെ റൂമിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല റൂമിലൂടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ കലാപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ഞാൻ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വൈകിട്ടത്തെ ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ അതിന് ജസ്റ്റ് എന്താണെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യണം, വഴിക്ക് എന്തുണ്ടാക്കണം എന്നുള്ളത്. എന്തെങ്കിലും നമ്മൾ യൂട്യൂബിലാണല്ലോ, യൂട്യൂബിൽ ഗൂഗിളിലേക്കാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഈ ബ്രെഡ് ഓംലെറ്റ് എന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അതിങ്ങനെ കോമണായിട്ട് നമ്മളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ